ചരിത്രവും ഗ്രാമീണതയും ഒരുപോലെ കൈകോർക്കുന്ന പഞ്ചായത്താണ് ശൂരനാട് തെക്ക്. ഒരു കാലത്ത് കുന്നത്തൂരിന്റെ കാർഷിക മേഖലയുടെ മുഖമുദ്രയായിരുന്നു ഈ കൊച്ചു ഗ്രാമം. കാലഘട്ടത്തിന്റെ പ്രയാണത്തിൽ ശോഷിച്ചുപോയ കാർഷിക മേഖല ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. 17 കിലോമീറ്റർ വിസ്തീർണത്തിൽ പരന്നുകിടക്കുന്ന പ്രദേശമാണ് ശൂരനാട് തെക്ക്. 16 വാർഡുകളിലായി 24,766 വോട്ടർമാർ നിലവിലുണ്ട്. പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനായ പതാരത്താണ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഇടതു വലതു മുന്നണികളോട് ഒരുപോലെ ആഭിമുഖ്യം പുലർത്തിയിരുന്ന പഞ്ചായത്തിൽ LDF ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജനവിധിയിൽ മുന്നിലെത്തിയത്. LDFിലെ ധാരണപ്രകാരം ആദ്യത്തെ 2.5 വർഷം CPIയിലെ M ദർശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ പിന്നീട് CPMിലെ P പുഷ്പകുമാരി ഭരണസാരഥ്യം ഏറ്റെടുത്തു. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ കൂട്ടായ പ്രവർത്തനം മൂലം ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞതായി സെക്രട്ടറി J. അജ്മൽ പറഞ്ഞു. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷ കാലയളവിൽ എല്ലാ മേഖലകളിലും വളരെ വ്യത്യസ്തവും നൂതനവുമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. പദ്ധതി പ്രവർത്തനത്തിലായാലും പൗരന്മാർക്ക് സേവനങ്ങൾ സുതാര്യമായും സമയബന്ധിതമായും നടക്കുന്ന കാര്യത്തിലായാലും മികച്ച മുന്നേറ്റം നടത്താൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ്. സേവന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ സമയബന്ധിതമായി സേവനം നൽകുന്നത് പരിഗണിച്ച് ISO സർട്ടിഫിക്കേഷൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നേടിയെടുത്തു എന്നുള്ളത് ഏറ്റവും സന്തോഷകരവും നാടിനാകെ അഭിമാനിക്കാവുന്ന കാര്യവുമാണ്. വികസന പ്രവർത്തനങ്ങളിൽ 100% പദ്ധതി നിർവഹണം നടത്തി വരുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലായി ഒന്നായി നമുക്ക് കണക്കാക്കാം. 100% നികുതി പിരിവ്, 100% പദ്ധതി നിർവഹണം, കാര്യക്ഷമമായ സമയബന്ധിതമായ സേവനം, ഇതെല്ലാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഈ 5 വർഷ കാലയളവിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ നേട്ടമാണ്. വികസന പ്രവർത്തനങ്ങളിൽ കാർഷിക മേഖലയായാലും മൃഗസംരക്ഷണ മേഖലയായാലും SC വികസന പദ്ധതികളായാലും കുട്ടികൾക്കുള്ള വികസനം ആയാലും ആരോഗ്യ മേഖലയായാലും തൊഴിലുറപ്പ് പദ്ധതിയായാലും ലൈഫ് പദ്ധതിയായാലും ശുചിത്വ പദ്ധതികളായാലും എല്ലാം തന്നെ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ മികവാർന്ന രീതിയിൽ ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെതായ രീതിയിൽ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ജില്ലയിൽ തന്നെ ഗ്രാമപഞ്ചായത്തിന് മികച്ച നേട്ടം ഇത്തരത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. 2 പ്രളയവും കൊറോണയെന്ന മഹാമാരിയും എല്ലാ മേഖലകളിലും നാശം വിതച്ചപ്പോൾ പതറാതെ മുന്നേറുകയായിരുന്നു ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത്. ജനഹിതം മാനിച്ചുകൊണ്ടുള്ള പദ്ധതി രൂപീകരണം മാത്രമല്ല കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതും കൂട്ടായ പരിശ്രമത്തിലൂടെ പഞ്ചായത്തിൽ നടപ്പായി. ജനകീയാസൂത്രണത്തിന്റെ 25ാം വാർഷികത്തിൽ കേരളം എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കാർഷിക മേഖലയ്ക്കാണ് ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിൽ ഏറെ ഊന്നൽ നൽകിയിരുന്നത്. കാർഷിക മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയാണ് പഞ്ചായത്തിലുണ്ടായതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പകുമാരി പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലമായി ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മേഖലയിലും നമുക്ക് വളരെ അധികം വികസന പ്രവർത്തനങ്ങൾ നടത്തിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള മിഷനോട് ചേർന്ന് നിൽക്കുന്നതും ജനകീയാസൂത്രണത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്നതുമായ പദ്ധതികളാണ് നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാർഷിക മേഖലയിൽ നമുക്ക് വളരെ വലിയൊരു മുന്നേറ്റം നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നെൽകൃഷിയിൽ വളരെ കൂടുതൽ ഹെക്ടർ നെൽകൃഷി നമുക്ക് പുതിയതായിട്ട് നടത്തിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ കാർഷിക മേഖല എല്ലാ വീട്ടിലും ഏത്തവാഴ കൃഷി ചെയ്യുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പച്ചക്കറി കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും അത്തരത്തിലുള്ള കാർഷിക മേഖലയിലെ വളരെ വലിയൊരു വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് കഴിഞ്ഞ 5 വർഷക്കാലമായി നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിലും വളരെ വലിയൊരു മുന്നേറ്റമാണ് നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ പഞ്ചായത്തിലെ കോഴികളെ കൊടുത്തുകൊണ്ട് നിരവധി കുടുംബങ്ങൾക്ക് അത്തരത്തിൽ മുട്ട ഉൽപ്പാദനത്തിലൂടെ ഒരു വരുമാന മാർഗം കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിലും വളരെ വലിയ മുന്നേറ്റ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ രക്തനിർണയം നടത്തുന്നതിന് വേണ്ടി മിതമായ നിരക്കിൽ ജനങ്ങൾക്ക് ലാബ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ലാബിൻ്റെ പ്രവർത്തനം നമുക്ക് നമ്മുടെ PHCയിൽ തുടങ്ങുവാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ നമ്മുടെ കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിച്ച് നിർത്തുന്നതിന് വേണ്ടി നമ്മുടെ PHCയിൽ തന്നെ നമ്മൾ കോവിഡ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള കേന്ദ്രം നമുക്ക് വളരെ നേരത്തെ തന്നെ തുടങ്ങുവാൻ കഴിഞ്ഞു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ അവസ്ഥ തന്നെ 95% റോഡുകളും
നമ്മൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ സഞ്ചാര യോഗ്യമാക്കി മാറ്റിയെടുക്കുവാൻ നമ്മുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. PSCയോട് ചേർന്ന് തന്നെ നമ്മുടെ മാനസിക വൈകല്യമുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു ബഡ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ബഡ് സ്കൂൾ സ്വന്തമായി വസ്തു വാങ്ങി പുതിയ കെട്ടിടം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് തന്നെ 50 സെൻറ്റ് വസ്തു വിലയാധാരമായി വാങ്ങുവാൻ നമ്മുടെ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബശ്രീ വനിതകൾക്ക് സ്വയം തൊഴിലിലൂടെ ഒരു വരുമാന മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർക്ക് LED ബൾബ് പരിശീലനം, അതുപോലെ തന്നെ നമ്മൾ മേസൺ പരിശീലനം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുഴുവൻ വീടുകൾക്കും കിച്ചൺ ബിൻ, ബയോബിൻ തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു. അതുപോലെ കമ്പോസ്റ്റ് പിറ്റുകൾ എല്ലാ വീട്ടിലും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്പോസ്റ്റ് പിറ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 200ഓളം കുടുംബങ്ങൾക്കാണ് നമുക്ക് വീട് നിർമ്മിച്ച് നൽകുവാൻ കഴിഞ്ഞത്. നമ്മുടെ SC മേഖലയിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി നമുക്ക് 100% SC ഫണ്ട് ചിലവഴിക്കാൻ കഴിഞ്ഞ ഒരു ഭരണസമിതിയായിരുന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ അംഗൻവാടികൾ, നമ്മളിപ്പം പഞ്ചായത്തിൽ നമ്മൾ 6 അംഗൻവാടി കെട്ടിടമാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുന്നത്. 6 അംഗൻവാടി കെട്ടിടങ്ങൾ പുതിയതായി നിർമ്മിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഭാഷാ പഠന ഗവേഷണ കേന്ദ്രം എത്രയും പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ പണി പൂർത്തീകരിക്കുവാനും കഴിയും. കൈരളി ജംഗ്ഷനിൽ ഓപ്പൺ ജിംനേഷ്യത്തിൻ്റെ നിർമ്മിച്ചുകൊണ്ടും അത്തരത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ നിരവധിയായ റോഡുകൾ നൽകിക്കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ 15-ാം വാർഡിലെ കോമൺ ഫെസിലിറ്റി സെൻറ്ററിൽ നമ്മുടെ SC വിഭാഗം യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നടത്തിക്കൊണ്ട് അവർക്ക് സ്വന്തമായി ഒരു തൊഴിൽ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു തൊഴിൽ പരിശീലന കേന്ദ്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. MLAയുടെയും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ 2 ബ്ലോക്ക് മെമ്പർമാർ ശ്രീ അബ്ദുൽ ലത്തീഫും ശ്രീ രാജീവും 2 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെയും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള ഒരു വലിയ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് മറ്റ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വളരെ നല്ലൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഒരു നല്ല മെച്ചപ്പെട്ട ഭരണമാണ് നമുക്ക് നടത്തുവാൻ കഴിഞ്ഞത്. അത് മികച്ച ജൈവ കാർഷിക പഞ്ചായത്ത്, ജില്ലയിലെ മികച്ച പച്ചക്കറി കർഷകൻ, കുട്ടി കർഷകൻ, മികച്ച കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റ് തുടങ്ങി നിരവധി അവാർഡുകൾ ഈ കാലയളവിൽ തന്നെ പഞ്ചായത്തിനെ തേടിയെത്തി. മൃഗസംരക്ഷണ, ക്ഷീരവികസന മേഖലകളിലും പഞ്ചായത്ത് പ്രത്യേക ഊന്നൽ നൽകി. പശുവളർത്തൽ പദ്ധതി പ്രകാരം ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടെ 12,85,50,000 രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കപ്പെട്ടത്. കോഴി വളർത്തൽ, പോത്തുകുട്ടി വളർത്തൽ, കാലിത്തൊഴുത്ത് നിർമ്മാണം തുടങ്ങിയ ഏറെ പ്രയോജനകരമായി ഇവ നടപ്പിലാക്കി. ആരോഗ്യമേഖലയിലെ സമഗ്ര വികസനമായിരുന്നു രോഗീ സൗഹൃദ ശൂരനാട് തെക്ക് പദ്ധതിയിലൂടെ നടപ്പിലാക്കപ്പെട്ടത്. ശൂരനാട് തെക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രം മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാകുന്ന രീതിയിൽ മാറി. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. കൈരളി സബ് സെന്ററിന് MLA ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ചുറ്റുമതിൽ നവീകരിക്കുകയും ചെയ്തത് ഏറെ ശ്രദ്ധേയമായി. കുടിവെള്ള പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്ത് സ്വപ്നതുല്യമായ നേട്ടമാണ് കൈവരിച്ചത്. കുടിവെള്ളക്ഷാമം ഏറെയുണ്ടായിരുന്ന പഞ്ചായത്തിൽ 61 ലക്ഷം രൂപയുടെ പദ്ധതികൾ നടപ്പായി. കൂടാതെ ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ സ്ഥലത്ത് സ്ഥാപിച്ച കുടിവെള്ള പദ്ധതി കൂടി കമ്മീഷൻ ചെയ്യപ്പെട്ടതോടെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ചന്ദ്രബാബു പറഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്ന കക്കാക്കുന്നിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് വികസനത്തിൻ്റെതായ ഒട്ടേറെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞ ഒരു പ്രദേശമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഏറ്റവും പ്രധാനമായിട്ട് ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശത്തും കുടിവെള്ളം എത്തിക്കുവാൻ വേണ്ടിയുള്ള കക്കാക്കുന്ന് കുടിവെള്ള പദ്ധതി, അതിൻ്റെ ആ ഒരു വലിയ വാട്ടർ ടാങ്കിൻ്റെ തൊട്ട് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ ഈ ഭരണസമിതി എടുത്തതിന് ശേഷം വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെയും ശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഈ പദ്ധതി 6,80,00,000 രൂപ ഗവൺമെൻറ്റിനെ കൊണ്ട് മുടക്കിച്ച് ഈ പദ്ധതി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഈ കാണുന്ന ഈ കെട്ടിടം മലയാള ഭാഷാ പഠന ഗവേഷണ കേന്ദ്രം ആണ്. ബഹുമാനനായ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ K. ശങ്കരപ്പിള്ള അവരുടെ ശ്രമഫലമായി ജില്ലാ പഞ്ചായത്തിൻ്റെ 20 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ 1 ലക്ഷം രൂപയും ചേർത്ത് 21 ലക്ഷം രൂപയ്ക്ക് ഒരു കെട്ടിടമാണ് ഇപ്പോൾ ഇവിടെ നിർമ്മിക്കുവാൻ പോകുന്നത്. തുടർന്ന് അതിൻ്റെ അനുബന്ധമായി ഒട്ടേറെ കാര്യങ്ങൾ ഇനി അതിനകത്ത് വരാനുണ്ട്.
എങ്കിൽ പോലും അതും ഈ പ്രദേശത്തിന് ഈ സാംസ്കാരികമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കക്കാക്കുന്നം എന്ന പ്രദേശത്ത് ബഹുമാന്യനായ ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ ജന്മസ്ഥലമായ ശൂരനാട്ട് ഇത്തരത്തിലൊരു മലയാള പഠന ഗവേഷണ കേന്ദ്രം ഉയർന്നു വരിക എന്നത് എക്കാലവും നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ തൊട്ട് അപ്പുറത്ത് വശത്തായിട്ട് ഈ കക്കാക്കുന്നിൽ ഏറെക്കാലമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാത്തിരിപ്പ് കേന്ദ്രം, അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശത്തെ എല്ലാ റോഡുകളും തന്നെ സഞ്ചാരയോഗ്യമാക്കിക്കൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്ന് ഏതൊരുക്കും മനസ്സിലാക്കുന്ന ഒരു രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയോടൊപ്പം കഴിഞ്ഞ 5 വർഷക്കാലം അതിലെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിന് 5 സർക്കാർ സ്കൂളുകൾക്കായി 2,30,00,000 രൂപയുടെ പദ്ധതിയാണ് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയത്. സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയെന്നതായിരുന്നു ഭരണസമിതി പ്രഥമ ലക്ഷ്യമായി ഏറ്റെടുത്തിരുന്നത്. അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പുതിയവ സ്ഥാപിക്കുന്നതിനും ഭരണസമിതി പ്രത്യേക ഊന്നൽ നൽകി. അംഗനവാടി എന്നത് സ്വപ്നമായി അവശേഷിച്ചിരുന്ന തൃക്കുന്നപ്പുഴ തെക്ക് വാർഡിൽ സ്വന്തം ഭൂമി വിട്ടു നൽകിയാണ് പഞ്ചായത്ത് അംഗമായ സെലീന മാതൃകയായത്. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു അംഗൻവാടി സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. സ്വന്തമായിട്ട് 3 സെന്റ് സ്ഥലം പിന്നീട് കൊടുക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്ത് സംയുക്തമായി ചേർന്ന് നിർമ്മിച്ച അംഗൻവാടി കെട്ടിടമാണ് ഇത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുമരഞ്ചിറയിൽ നടപ്പിലാക്കുന്ന പച്ചത്തുരുത്ത് പദ്ധതി ഏറെ ശ്രദ്ധേയമാണ്. സ്ത്രീ കൂട്ടായ്മയിൽ നടപ്പാക്കുന്ന പദ്ധതി പ്രാരംഭഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. വിഷരഹിതമായ പച്ചക്കറി പഞ്ചായത്ത് നിവാസികൾക്ക് നൽകുകയെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഹരിത കേരള മിഷൻ്റെയും ഭാഗമായിട്ട് ജൈവ വൈവിധ്യ പുനഃസ്ഥാപനത്തിനായിട്ട് 1000 പച്ചത്തുരുത്തുകൾ എന്ന പദ്ധതി ഉൾപ്പെടുത്തിയാണ് ശാസ്താംകോട്ട ബ്ലോക്കിൽ 3 പഞ്ചായത്ത് ഏറ്റെടുത്തതിൽ നമ്മുടെ ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് കുമരഞ്ചിറ 13-ാം വാർഡിൽ നമ്മുടെ MGNREGS അക്രഡിറ്റഡ് ഓവർസിയർ മുജത്തബ മുബാറക്ക് എന്ന വ്യക്തിയുടെ സ്വകാര്യ സ്ഥലം തന്നാണ് നമ്മൾ ഈ പച്ചത്തുരുത്ത് ഹരിതവനം നിർമ്മിച്ചിരിക്കുന്നത്. കിടങ്ങയം വടക്ക് വാർഡിൽ നിർമ്മിച്ച ബഡ് സ്കൂൾ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാണ്. ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച നൈപുണ്യ വികസന കേന്ദ്രം, സമഗ്ര പച്ചക്കറി പദ്ധതികൾ, നെൽകൃഷി എന്നിവയിലും പഞ്ചായത്ത് ഏറെ മുന്നേറിയതായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VD രാജി പറഞ്ഞു. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ബഡ് സ്കൂള് വർഷങ്ങൾ കൊണ്ട് നമ്മുടെ PHSയുടെ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ഈ ഭരണസമിതി കയറിയണക്കെ നമ്മൾ 50 സെൻറ്റ് വസ്തു നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് 50 സെൻറ്റ് വസ്തു വാങ്ങിക്കുകയും ഫണ്ട് ഉപയോഗിച്ച് 50 സെൻറ്റ് വസ്തു വാങ്ങിക്കുകയും ഇനി നമുക്കിതിനകത്ത് എല്ലാവിധ എന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം അടക്കം നല്ല രീതിയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു കെട്ടിടം നമ്മൾ MPയോ MLAയോ ഒക്കെ കണ്ടിട്ട് നിർമ്മിക്കാനുള്ള അടുത്ത നടപടികളിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ICDSൻ്റെ നേതൃത്വത്തിൽ നമുക്ക് 24 അംഗൻവാടിയാണ് നമ്മുടെ ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലുള്ളത്. അതിൽ 9 അംഗൻവാടികൾക്ക് സ്വന്തമായിട്ട് വസ്തുവില്ലാത്തതും കെട്ടിടമില്ലാത്തതുമായിട്ടുള്ള 9 അംഗൻവാടിയാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 അംഗൻവാടിക്ക് നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും NRGSൻ്റെയും ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് 2 അംഗൻവാടികൾക്ക് സ്വന്തമായിട്ട് വസ്തു വാങ്ങിച്ച് തന്നെയാണ് നമ്മൾ അംഗൻവാടി നിർമ്മിച്ചിരിക്കുന്നത്. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് പുതിയതായി നിർമ്മിക്കപ്പെട്ട ഓപ്പൺ ജിംനേഷ്യം. പതാരം ജംഗ്ഷന് സമീപമായി ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ വസ്തുവിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ജിംനേഷ്യം നിർമ്മിച്ചത്. വ്യായാമത്തിന് എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടി നിർമ്മിച്ച ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം കഴിഞ്ഞിരുന്നു. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിട്ടില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഗ്രാമപഞ്ചായത്ത് ഏറെ നേട്ടം കൈവരിച്ചു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ റെക്കോർഡ് റൂം, ഫ്രണ്ട് ഓഫീസിൽ ടോക്കൺ മിഷൻ, വാട്ടർ കൂളർ തുടങ്ങിയവ സ്ഥാപിച്ചു. ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഹാളിന്റെ പുനരുദ്ധാരണവും ഈ കാലയളവിനുള്ളിൽ പൂർത്തിയായി. ഭരണസമിതിക്കൊപ്പം ജീവനക്കാരുടെ അർപ്പണ മനോഭാവവും 5 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് താങ്ങായി മാറിയിരുന്നു. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാത്ത പ്രവർത്തനം ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിനെ വികസനവേദിയിലെത്തിച്ച ഈ വേളയിൽ തുടർന്നുള്ള ഭരണസമിതി ഇത് മാതൃകയാക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ.